ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് ശക്തമായ അഭിഷേകം കർത്താവ് തരും. നമ്മൾ വായിക്കുന്നു മർക്കോസ് 16:17, വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളമുണ്ടായിരിക്കും, അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കും. യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞാൽ പിശാചുക്കൾ വിട്ടുപോകും. മനുഷ്യരാശിക്ക് പിതാവായ ദൈവം നൽകിയ സ്വർഗത്തിലെ നാമമാണ് യേശു. യേശു മനുഷ്യൻ്റെ പേരല്ല. പിതാവ് പറയുക, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, നീ ഗർഭം ധരിക്കും, നീ ഒരു ശിശുവിനെ പ്രസവിക്കും, അവന് യേശു എന്ന പേരിടണം. ദൈവത്തിന് ദൂതൻ വന്ന് പറഞ്ഞതാ. അവൾ സ്വർഗം നൽകിയ പേരാണ് യേശു. ഈ പേരിലൂടെ, യേശു എന്ന നാമത്തിൻ്റെ ശക്തിയിൽ പിശാചുക്കൾ വിട്ടുപോകും. യേശു എന്ന നാമത്തിൻ്റെ ശക്തിയിൽ സാത്താൻ ബന്ധിക്കപ്പെടും. യേശു എന്ന നാമത്തിൻ്റെ ശക്തിയിൽ ശാപങ്ങൾ വിട്ടുമാറും. യേശു എന്ന നാമത്തിൻ്റെ ശക്തിയിൽ സാത്താൻ്റെ കോട്ടകൾ തകരും. യേശു എന്ന നാമത്തിൻ്റെ ശക്തിയിൽ അത്ഭുത രോഗശാന്തികൾ നടക്കും. യേശു എന്ന നാമത്തിൻ്റെ ശക്തിയിൽ അടയാളങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. അല്ല, യേശു എന്ന നാമത്തിന് വലിയ ശക്തിയുണ്ട്. ആ നാമത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ കർത്താവ് വലിയ കാര്യങ്ങൾ നമുക്കായിട്ട് ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് തടസ്സം സൃഷ്ടിക്കുന്ന, അസ്വസ്ഥത ഉണ്ടാക്കുന്ന തിന്മയുടെ അരൂപികൾ നമ്മളെ വിട്ടുകഴിയുവാനൊക്കെ നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകൾ ഒന്നടച്ച് ഞാൻ ഈ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഞങ്ങൾ ഉച്ചത്തിൽ ചൊല്ലണം. കർത്താവായ യേശുക്രിസ്തുവിനെ എന്റെ രക്ഷകനായി, എന്റെ നാഥനായി ഞാൻ സ്വീകരിക്കുന്നു. യേശു മാത്രമാണ് ഏകരക്ഷകനെന്ന്, ലോകരക്ഷകനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പ്രഖ്യാപിക്കുന്നു. സാത്താനെയും അവന്റെ ആഡംബരങ്ങളെയും ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. ഞാനോ എന്റെ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചുപോയ പൂർവികരോ സാത്താനുമായി എന്തെങ്കിലും ഉടമ്പടി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ക്യാൻസൽ ചെയ്യുന്നു. സാത്താന്യ ശക്തികളെ, ദുരാത്മാക്കളെ, ദുഷ്ടാരൂപികളെ എന്നെയും എന്റെ കുടുംബത്തെയും വിട്ടുമാറുക, യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ചുവട്ടിലേക്ക് ആട്ടിപ്പായിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ അഭിഷേകം ചെയ്യുന്നു. യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയിൽ നാരകീയ ശക്തികൾ നിർവീര്യമാവട്ടെ. യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയിൽ പൈശാചിക ബന്ധനങ്ങൾ അഴിയട്ടെ. യേശുവേ, അങ്ങയുടെ രക്തത്താൽ എന്നെയും എന്റെ കുടുംബത്തെയും കഴുകണമേ, പൊതിയണമേ. ശക്തമായി സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധിക്കുന്നു, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുനാമത്തിന്റെ ശക്തിയിൽ ഞങ്ങളുടെ ഉയർച്ച, അഭിവൃദ്ധി, അനുഗ്രഹം തടയാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. ആരാധന, 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 ആരാധന. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന്റെ മുന്നേറ്റത്തെ തടയാൻ ശ്രമിക്കുന്ന, മിനിസ്ട്രിയുടെ മുന്നേറ്റത്തെ തടയാൻ ശ്രമിക്കുന്ന തിന്മയുടെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാവട്ടെ. ബന്ധിച്ചു ബഹിഷ്കരിക്കുന്നു. വാ തുറക്ക, സ്തുതിച്ചേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാമ്പത്തിക മേഖലയിൽ ഉയർച്ച തടയുന്ന, ബിസിനസ്സിലെ ഉയർച്ച തടയുന്ന, നന്മ തടയുന്ന പൈശാചിക അരൂപികളെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. നിർവീര്യമാവട്ടെ. വാ തുറന്ന് യേശുവേ എന്ന് വിളിച്ചേ. യേശുവേ, യേശുവേ, എല്ലാവരും വിളിച്ചേ. യേശുവേ, ആരാധന. യേശുവേ, യേശുവേ, യേശുവേ. യേശുവിന്റെ രക്തത്താൽ അഭിഷേകം ചെയ്യുന്നു. ഈ ചിറ്റടി ദേശത്തെ യേശുവിന്റെ രക്തത്താൽ അഭിഷേകം ചെയ്യുന്നു. ഈ ദേവാലയം പരിസരവും യേശുവിന്റെ രക്തത്താൽ അഭിഷേകം ചെയ്യുന്നു. യേശുവേ, യേശുവേ,
യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിളിക്കട്ടെ സ്വരമുയർത്തി. അനുഗ്രഹം തടയുന്ന, അഭിഷേകം തടയുന്ന, ഉയർച്ച തടയുന്ന പൈശാചിക ശക്തികളെ ബന്ധിക്കുന്നു, തടസ്സം സൃഷ്ടിക്കുന്നു, ദുരാത്മാക്കളെ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ദൈവജനം സ്വതന്ത്രമാവട്ടെ. കരമടിച്ചു കർത്താവിനെ സ്തുതിച്ച് ശക്തമായിട്ട്. ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും, ആത്മാവിനായി വിതയ്ക്കുന്നവൻ നിത്യജീവൻ കൊയ്തെടുക്കും. അപ്പോൾ നമുക്ക് ആത്മാവിന് വേണ്ടി വിതയ്ക്കാം. ഹല്ലേലൂയ. റോമാലേഖനത്തിലെ 8-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വചനങ്ങൾ. എന്തെന്നാൽ ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു, ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. ജഡികമായി ജീവിക്കുന്നവർക്ക് എപ്പോഴും ജഡിക ചിന്തകൾ മാത്രമേ ഉള്ളൂ. ജഡത്തിലുള്ള ജീവിതമാണ്. നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് ആഡംബരത്തിൽ ജീവിക്കുക, സുഖലോലുപത ജീവിക്കുക, ജഡത്തിൻ്റെ കാര്യങ്ങളെ തൃപ്തിപ്പെടുത്തുക, ജഡിക സുഖങ്ങൾ അനുഭവിക്കുക. അപ്പോൾ ജഡത്തിൻ്റെ ഒരു ജീവിതമാണോ? അത് നിങ്ങളെ നാശത്തിലേക്ക് നയിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ജഡിക കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു, ആത്മീയമായി ജീവിക്കുന്നവർ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. ജഡിക അഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു. അത് ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും ഉണ്ട്. ജഡിക അഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു. ഹല്ലേലൂയ. ജഡത്തിൻ്റെ ജീവിതം നയിക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ ആത്മാവിൻ്റെ മരണം സംഭവിക്കുന്നു. നമ്മുടെ ജഡത്തിൻ്റെ മരണം ലാസ്റ്റ് സംഭവിക്കുന്നു മരണസമയത്ത്. ജഡികമായി ജീവിക്കുന്നവർ മരണത്തിലേക്ക് പോവുക. ആ ജഡിക ജീവിതത്തിൻ്റെ അളവ് തോത് കൂടുന്നതനുസരിച്ച് നിങ്ങളിൽ ആത്മീയ മരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ആത്മാവിൻ്റെ മരണം സംഭവിക്കുകയാണ്. അത് എത്രമാത്രം ജഡിക ജീവിതത്തിൽ നിന്ന് നിങ്ങൾ അകന്നു ജീവിക്കുന്നോ അതനുസരിച്ച് ആത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും. പൊതുവെ മനുഷ്യന് ജഡിക താല്പര്യങ്ങളിൽ മുഴുകി ജീവിക്കാനാണ് താല്പര്യം കൂടുതൽ. കാരണം നമ്മുടെ ഈ ജഡം നമ്മളെ നിരന്തരമായിട്ട് ലോകത്തിലേക്കും ലോകസുഖങ്ങളിലേക്കും ആസക്തികളിലേക്കുമൊക്കെ നയിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ദൈവം നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പലപ്പോഴും സഹനങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത്. ജഡിക താല്പര്യങ്ങളിൽ മുഴുകി ജീവിക്കുമ്പോഴായിരിക്കാം പെട്ടെന്ന് ശക്തമായ സഹനങ്ങൾ ഉണ്ടാവുകയാണ്. ശക്തമായ സഹനങ്ങൾ, ശക്തമായ നടുവേദന, കാൽമുട്ടുവേദന, പെടലിവേദന, തലവേദന, അല്ലെ എന്തെങ്കിലും രോഗങ്ങൾ, അല്ലെ സാമ്പത്തിക തകർച്ച, പ്രതിസന്ധി. അപ്പം നമ്മുടെ ശ്രദ്ധ വേദനയിലേക്കായി. പറ്റാത്ത നടുവേദന. പിന്നെ മറ്റു കാര്യങ്ങൾക്ക് താല്പര്യമുണ്ടോ? വേദന 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 വേദന. അപ്പം ചിലപ്പോൾ നമ്മുടെ ശരീരത്തിന് ചില രോഗങ്ങൾ ദൈവം അനുവദിക്കുന്നു. ദൈവം തരുന്നതല്ല, ദൈവം അനുവദിക്കുന്നത് ജഡത്തിൻ്റെ ലോകത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അത് നിശ്ചയമായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന സഹനങ്ങളും തകർച്ചകളും പരാജയങ്ങളും കണ്ണുനീരും ദുഃഖങ്ങളും ഒറ്റപ്പെടലുകളും മുറിവുകളൊക്കെ നമ്മളെ ക്രിസ്തുവിന് സ്വന്തമാക്കാൻ വേണ്ടി ദൈവം അനുവദിക്കുന്ന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. നമ്മുടെ ജീവിതത്തിലെ ചില തകർച്ചകൾ പോലും ദൈവം നന്മയായിട്ട് മാറ്റുകയാണ്. എല്ലാ തിന്മകളിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ എന്ത് തിന്മ സംഭവിച്ചാലും അതിൽ നിന്ന് ദൈവത്തിന് നമുക്ക് നന്മ ഒരുക്കി തരുവാനായിട്ട് സാധിക്കുമോ? ഉറപ്പായിട്ട് സാധിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ചില സഹനങ്ങൾ, അത് ശാരീരികമാകാം മാനസികമാകാം, അത് നമ്മളെ വിശുദ്ധീകരിക്കാനും നമ്മൾ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയൊക്കെ കാരണമായിട്ട് മാറുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് സഹനങ്ങളെ ഓർത്ത് നമ്മൾ ദൈവത്തെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പാടില്ല. ഹല്ലേലൂയ. അത് നിന്നെ കൂടുതൽ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് ശക്തമായ സഹനങ്ങൾ. ചിലപ്പം നിന്റെ ജഡത്തിൻ്റെ ആസക്തിയിൽ നിന്ന് നിന്നെ വിടുവിക്കാൻ വേണ്ടിയായിരിക്കും. ഹല്ലേലൂയ. ചിലപ്പം ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്ന് നിന്നെ മാറ്റി നിർത്താൻ വേണ്ടിയായിരിക്കും. സഹനങ്ങൾ വന്നു കഴിയുമ്പോൾ
നമുക്കറിയാം നമ്മുടെ ചിന്ത കൂടുതലും പിന്നെ ആ വേദന അല്ലെ ആ പ്രശ്നത്തിലേക്കാണ് നമ്മുടെ ചിന്തകൾ പോകുന്നത്. ആണോ? അതെ, ആ പ്രശ്നത്തിലേക്കാണ് നമ്മുടെ മനസ്സ് പോകുന്നത്. അപ്പം നമുക്ക് ലോകത്തിൻ്റെതായ ചിന്തകളോ ആസക്തികളോ അതിലേക്കൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പം അവിടെയെല്ലാം ദൈവം നമുക്കായിട്ട് നന്മ ഒരുക്കി തന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്ത് അനുവദിച്ചാലും അത് നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. വചനം പറയുന്നുണ്ട്, അജ്ഞതയുടെ കാലഘട്ടങ്ങളെ അവിടുന്ന് വിസ്മരിക്കുന്നു, എന്നാൽ ഇപ്പോൾ എല്ലാവരും പശ്ചാത്തപിക്കണമെന്ന് അനുദപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. നമ്മുടെ അജ്ഞതയുടെ കാലഘട്ടങ്ങൾ, അറിവില്ലാത്ത കാലഘട്ടങ്ങളെ ഒക്കെ കർത്താവ് മറക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ അറിവില്ലാതെ ചെയ്തതെല്ലാം കർത്താവ് ക്ഷമിക്കും. അറിഞ്ഞുകൊണ്ട് ചെയ്തതിന് നമ്മൾ ശരിക്ക് അനുദപിച്ചില്ലെങ്കിൽ ചിലപ്പോൾ കണക്ക് കൊടുക്കേണ്ടി വരാം. വീണ്ടും പറയുന്നു റോമ 8:7, ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. ദൈവത്തിൻ്റെ ശത്രു ആരാണ്? ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സ് ജഡിക താല്പര്യങ്ങളിൽ, സുഖങ്ങളിൽ മുഴുകിയിരിക്കുക, അതിനകത്ത് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ദൈവത്തിൻ്റെ ശത്രുവായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ജഡിക താല്പര്യങ്ങളിൽ മുഴുകി ഉള്ള ജീവിതത്തിൽ നിന്ന് നമ്മൾ പിന്മാറണം. പ്രാർത്ഥനാ ജീവിതത്തിലേക്ക്, വിശുദ്ധി നിറഞ്ഞ ജീവിതത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. നമുക്കറിയാം, പൂർവ ജോസഫിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഭാഗമുണ്ട്. ജോസഫ് ഈജിപ്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് മാറുകയാണ്. അതിനു മുമ്പ് ജോസഫിന് ഒത്തിരി സഹിക്കേണ്ടി വന്നു. പൊത്തിഫാർ എന്ന മനുഷ്യൻ്റെ വീട്ടിൽ, ആ മനുഷ്യനാണ് വിലയ്ക്ക് വാങ്ങിയത്. ആ വീട്ടിൽ ജോസഫ് ജോലി ചെയ്യുന്ന കാലം ജോസഫിനെ ഓർത്ത് കർത്താവ് കുടുംബത്തെ അനുഗ്രഹിച്ചു. പൊത്തിഫാറിന് മനസ്സിലായി, ജോസഫ് ഈ വീട്ടിൽ കാലുകുത്തി അന്ന് മുതൽ അനുഗ്രഹമാണ്, ഇവിടെ എല്ലാ മേഖലയും ഉയർച്ചയാണ്. പൊത്തിഫാർ വലിയ സൈനിക ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ, പൊത്തിഫാറിൻ്റെ ഭാര്യയ്ക്ക് ഈ ജോസഫിനെ ഇവിടെ ഒരു നോട്ടം, ജോസഫിനെ പാപത്തിൽ വീഴ്ത്താനുള്ള ഒരു ശ്രമം നമ്മൾ വായിക്കുന്നുണ്ട്. പലതവണ ഇങ്ങനെ പാപത്തിൽ വീഴ്ത്താനായിട്ടും അങ്ങനെ പല വഴികൾ അവിടെ നോക്കുന്നുണ്ട്. ജോസഫ് ചിന്തിക്കുന്ന ഒരു വചനമുണ്ട്, വളരെ ഹൃദയസ്പർശിയാണ്. എൻ്റെ ദൈവത്തിന് എതിരായിട്ട് എങ്ങനെ പാപം ചെയ്ത് അവിടുത്തെ ഞാൻ വേദനിപ്പിക്കും. ജോസഫ് ചോദിക്കുക, ചിന്തിക്കുക, എൻ്റെ ദൈവത്തിനെതിരായിട്ട് ഞാൻ എങ്ങനെ പാപം ചെയ്ത് എൻ്റെ ദൈവത്തെ വേദനിപ്പിക്കും. ജോസഫിന് പാപം ചെയ്യാനുള്ള അവസരമുണ്ട്. പൊത്തിഫാർ അറിയത്തില്ല, ആരും അറിയത്തില്ല. പൊത്തിഫാറിൻ്റെ ഭാര്യയോട് പാപം ചെയ്യാം, ജഡത്തിൻ്റെ സുഖങ്ങൾ അനുഭവിക്കാം. പക്ഷെ ജോസഫ് ആ പാപത്തിലേക്ക് പോകുന്നില്ല. ജോസഫിൻ്റെ മനസ്സ് ദൈവത്തിൽ കേന്ദ്രീകൃതമാണ്. ഹല്ലേലൂയ. പിന്നീട് സംഭവിച്ചെന്താ? തെറ്റ് ചെയ്യാത്ത ജോസഫ് പിടിക്കപ്പെടുന്നു. ആ പെണ്ണുമ്പിള്ള കയറി ജോസഫിൻ്റെ കുപ്പായത്തെ പിടിച്ചു, അല്ലേ, പുറംകുപ്പായം. ജോസഫ് ഓടി രക്ഷപ്പെടുകയാണ്. എന്നിട്ട് അവൾ വിളിച്ചു പറയുന്നു, ഈ ജോസഫ് എന്നെ പിടിച്ചെന്ന് പറഞ്ഞു. ഹെബ്രായ ബാലനെ പിടിച്ചു. അവസാനം പാവം പൊത്തിഫാർ വന്നു, ജോസഫിനെ ജയിലിലടച്ചു. നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, 2 വർഷക്കാലം ജോസഫ് ജയിലിൽ കിടന്നു. ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു തെറ്റും ചെയ്യാത്തവനായ ജോസഫ് ജയിലിൽ കിടക്കേണ്ടി വരികയാണ്. ജഡത്തിൻ്റെ സുഖം അനുഭവിക്കാൻ അവസരമുണ്ടായിട്ടും ജഡിക സുഖങ്ങളിലേക്ക് പോകാത്ത ജോസഫ് ദൈവത്തിന് പ്രിയപ്പെട്ടവനായിരുന്നു. പാപം ചെയ്യാൻ അവസരമുണ്ടായിട്ടും പാപം ചെയ്യാതിരിക്കുന്നവനാണ് ദൈവത്തിന് പ്രിയങ്കരൻ. പാപം ചെയ്യാൻ സാധ്യതയുണ്ട്, പക്ഷേ എൻ്റെ ദൈവത്തെ ഞാൻ വേദനിപ്പിക്കത്തില്ല, എൻ്റെ ദൈവത്തിനെതിരായിട്ട് ഞാൻ ഒരു പാപം ചെയ്യത്തില്ല. ഈ ഒരു നല്ല തീരുമാനം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണം. ജോസഫ് പാപം ചെയ്തില്ല. ജോസഫ് കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നു. കാരാഗ്രഹത്തിലെ 2 പേർക്ക്, സേനാനായകന്മാർക്ക്, പടനായകനും കാര്യവിചാരിപ്പുകാരനും ഒക്കെ അവിടെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തു. അത് യാഥാർത്ഥ്യമായി. അവർ രാജാവിൻ്റെ സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞു, അങ്ങനെ അത് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവിടെ രാജാവിന് ആ സ്വപ്നം വ്യാഖ്യാനം ശരിയാണെന്ന് മനസ്സിലായി. അങ്ങനെ ജോസഫിനെ ഈജിപ്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് ദൈവം ഉയർത്തുകയാണ്.
ഈ ജോസഫ് 2 വർഷക്കാലം കാരാഗ്രഹത്തിൽ കിടന്നു. തെറ്റ് ചെയ്യാത്തതിന് ശിക്ഷിക്കപ്പെട്ടു. ഒത്തിരി പീഡകളിലൂടെ കടന്നുപോയി. അവസാനം ഈജിപ്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് മാറുകയാണ്. നമ്മൾ ദൈവത്താൽ ഉയർത്തപ്പെടണമെങ്കിൽ, ദൈവത്താൽ ഒരു വ്യക്തി ഉയർത്തപ്പെടണമെങ്കിൽ ജീവിതത്തിൽ കൊച്ചു കൊച്ചു സഹനങ്ങളിലൂടെ, വേദനകളിലൂടെ ഒക്കെ കടന്നു പോകേണ്ടി വരും. ഹല്ലേലൂയ. ലോകം തരുന്ന ഒരു ഉയർച്ചയല്ല ദൈവം തരുന്ന ഉയർച്ച എന്ന് പറഞ്ഞാൽ, ദൈവം ഒരു വ്യക്തിയെ ഉയർത്തിയാൽ പിന്നെ ആ വ്യക്തിയെ താഴ്ത്തുവാൻ ആർക്കും പറ്റില്ല, ആർക്കും പറ്റത്തില്ല. ദൈവം ഉയർത്തിയാൽ ഉയർത്തിയത് തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല,